സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-1 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ബൈബിളുള്ളവരെടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ച് ഇരിക്കുക. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ ആരാണ്? എലീശയെ ആർക്കാണ് അറിയാൻ പറ്റാത്തത്? എലീശ വസ്ത്രം വിൽക്കുന്ന വ്യക്തിയാണെന്ന് ഒരാൾ പറയുവാനിടയായി. അയ്യോ, ഈ കാലത്ത് എലീശ എന്ന പേരിട്ടിരിക്കുന്നതായ ആളുകളെയും ദാവീദ് എന്ന പേരിട്ടിരിക്കുന്ന ആളുകളെയും അബ്രഹാം എന്ന് പേരിട്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം. എന്നാൽ ബൈബിളിൽ പറയുന്നതായ ഈ ഭക്തന്മാരെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയില്ല. കാരണം നാം ഈ ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ശ്രദ്ധ കാണിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നിങ്ങൾ വചനം കേട്ടതിന് ശേഷം അത് മനസ്സിൽ ഗ്രഹിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ കേട്ട് വിട്ടുകളയുകയാണോ? അങ്ങനെ ചെയ്യരുത്. അരമണിക്കൂർ കേൾക്കുന്ന പ്രസംഗം മുഴുവനും ഓർത്തു വെച്ചില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചതായ, നിങ്ങളുടെ മനസ്സിൽ ആലോചന കൊണ്ടുവന്നതായ ഒരു ദൈവത്തിൻ്റെ വാക്ക്, ആശ്വാസ വചനം, അത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് ആ ദിവസം മുഴുവനും ധ്യാനിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനിടയാകും, ബലപ്പെടുവാനിടയാകും. എലീശ ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകനാകുന്നതിന് മുൻപേ അദ്ദേഹം ആരായിരുന്നു? ഒരു ഭൂവുടമയായിരുന്നു. ആരാണ്? 12 ഏർ കാളകളെ വെച്ച് നിലം ഉഴുതുകൊണ്ടിരുന്നതായ വ്യക്തി. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം വസ്തുസമ്പത്തുണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം. ഇന്ന് കാളയെ വെച്ച് നിലം ഉഴുകുന്നതായ കാര്യമൊന്നും ആർക്കും അറിയില്ല. ഇന്നെല്ലാവർക്കും ട്രാക്ടറാണ്. അതായത് 12 ട്രാക്ടർ വെച്ച് നിലം ഉഴുതുമറിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര അധികം വസ്തു ഉണ്ടെന്ന് ഒരു നിമിഷം ചിന്തിക്കുക. ഈ 12 ഏർക്കാളുകളെയും ഇദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. ബാക്കിയുള്ള ആളുകളെ അതിൽ നിന്നും വിളിച്ചില്ല. അതായത് അത്രയും സമ്പത്തുണ്ടായിട്ടും ഉത്തരവാദിത്തമുള്ള വ്യക്തിയായി കാണുവാൻ കഴിയും. ദൈവം അവൻ്റെ വിശ്വസ്തത കാണുവാനിടയായി, ഉത്തരവാദിത്തത്തെ കണ്ടു. ഏലിയാവ് ആരാണ്? രണ്ടും ഒരാളാണോ? ഏലിയാവ് വേറെ, എലീശ വേറെ. ഏലിയാവ് ആരാണ്? അദ്ദേഹവും ഒരു ദൈവദാസനായിരുന്നു. ആഹാബിന്റെ കാലത്ത് മഴ പെയ്യരുത് എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷത്തോളം മഴ പെയ്തില്ല. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുവാനിടയായി. അവൻ വലിയൊരു ദൈവദാസനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ദൈവത്തിന്റെ വീര്യപ്രവൃത്തികൾ ചെയ്തതായ വ്യക്തിയാണ്, ആകാശത്തിൽ നിന്നും അഗ്നിയെ ഇറക്കിയ വ്യക്തിയാണ്, ദൈവത്തിന്റെ കയ്യിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നിനക്കു ശേഷം എന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നീ എലീശയെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ചെന്നപ്പോൾ അവിടെ എലീശ നിലം ഉഴുതുകൊണ്ട് നിൽക്കുന്നു. ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് അവന്റെ മേൽ ഇട്ടപ്പോൾ, നിന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് പണിയുണ്ട്, എനിക്ക് സമയമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് വരുവാൻ കഴിയില്ല എന്നുള്ള ഒഴിവുകഴിവൊന്നും തന്നെ പറയാതെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവൻ സകലതും ഉപേക്ഷിച്ചിട്ട് ഏലിയാവിൻ്റെ കൂടെ പോയി അവനെ ശുശ്രൂഷിച്ചു. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്തു പോയ സമയത്ത് എലീശയെ നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് പറയുവാനിടയായി. അങ്ങനെ ഇരട്ടിയായിട്ട് വലിയ ദൈവവേല ചെയ്ത ദൈവദാസനാണ് എലീശ. ആ എലീശയുടെ അരികിലേക്ക് ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി വന്നിട്ട് പറയുകയാണ്, യജമാനനെ, എൻ്റെ ഭർത്താവ് മരിച്ചുപോയിരിക്കുന്നു, ഒരുപാട് കടബാധ്യതയുണ്ട്. എന്താണ് പറഞ്ഞത്? ഒരുപാട് കടബാധ്യത ബാക്കിയുണ്ട്. ഇപ്പോൾ കടക്കാർ വന്നിട്ട്
ഞങ്ങൾ കടം വീട്ടാത്തത് കൊണ്ട് എൻ്റെ 2 ആൺമക്കളെയും പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രശ്നത്തെ, തൻ്റെ ആ ഭാരത്തെ, ആ ദുഃഖത്തെ ദൈവദാസന്റെ അരികിൽ പറയുകയാണ്. നമുക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നാം ആരോടാണ് പറയേണ്ടത്? അയൽക്കാരോട്. എന്താണ്? അപ്പുറത്തെ വീട്ടുകാരോട്. ആരോടാണ് പറയുന്നത്? ആരോടെങ്കിലും പറയുകയാണെങ്കിൽ നിന്റെ ആ ദുഃഖം തീരുവാനിടയാകുമോ, അതോ അത് വർദ്ധിക്കുവാനിടയാകുമോ? ഉരുളി ചെന്ന് മദ്ദളത്തോട് കഥ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നിന്റെ കഷ്ടതയെന്ന് അവരോട് പോകുമ്പോൾ അവർ പറയും, എല്ലാം ശരിയാണ് സഹോദരി, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ കഷ്ടതയാണ് എന്ന് പറയും. അയ്യോ നാത്തൂനെ, അയ്യോ ചേച്ചി, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി എന്താണ് ചെയ്യാനുള്ളത്? അതാ ഫാൻ, അതാ സാരിയുണ്ട്, എല്ലാവരും തൂങ്ങി മരിക്കും, നമുക്ക് വെറൈറ്റി ആയിട്ട് മരിക്കാം, നമുക്ക് 2 പേർക്കും ഒരു സാരിയിൽ തന്നെ, ഒരു ഫാനിൽ തന്നെ തൂങ്ങി മരിക്കാം. അതിനുശേഷം പിറ്റേ ദിവസത്തെ ആ ടി വിയിലും ഈ ടി വിയിലും ഒ ടി വിയിലും എല്ലാം ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വാർത്ത വരികയും ചെയ്യും. അതായിരിക്കും അതിൻ്റെ അവസാനമായി ഉണ്ടാകുന്നത്. അവർക്ക് തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. അനേകർക്കുമുള്ളതായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ മരിക്കാമെന്ന് ചിന്തിക്കുന്നു. ദുഃഖം മറക്കാൻ വേണ്ടി മരിക്കാൻ തീരുമാനിക്കുന്നവരോട് ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്തിലെ കഷ്ടത സഹിക്കില്ല എന്ന് പറഞ്ഞ് നീ മരിക്കുകയാണ് എങ്കിൽ, നീ സാരിയിൽ കെട്ടി ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ നീ ഏതെങ്കിലുമൊക്കെ ഗുളികകൾ വാങ്ങിക്കഴിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ നീ ഏതെങ്കിലുമൊക്കെ ട്രെയിനിൻ്റെ കീഴിൽ തലവെച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷം വാങ്ങിയിട്ട് കുടിച്ച് നീ മരിക്കുകയാണെങ്കിൽ, നീ ഇവിടെ മരിച്ചാൽ എവിടെ ചെന്ന് കണ്ണു തുറക്കുമെന്ന് അറിയാമോ? അവിടെ നരകത്തിൽ ചെന്ന് കണ്ണു തുറക്കും. അവിടെ നരകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവും കരച്ചിലും പല്ലുകടിയുമാണുള്ളത്. അവിടെ മുഴുവനും പീഡയാണ്. ഇവിടെ നിന്റെ ശരീരം കത്തിച്ചാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കത്തും. എന്നാൽ നീ നോക്കുമ്പോൾ അവിടെ കത്തിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്റെ ശരീരം പൊള്ളും, നിന്റെ ശരീരം കത്തും, വീണ്ടും അത് നേരെയാകും, വീണ്ടും കത്തും, നിലവിളിക്കും, അയ്യോ അമ്മോ. അത് നിരന്തരമായിട്ട് നീ, യുഗങ്ങളായിട്ട് നീ അനുഭവിക്കേണ്ടി വരും. ആ നരകമെന്നത് ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതായ കാര്യമല്ല. ദൈവം നരകമുണ്ടാക്കിയത് മനുഷ്യരെ ഉദ്ദേശിച്ചല്ല. നരകമുണ്ടാക്കിയിരിക്കുന്നത് പിശാചിനും അവന്റെ അനുചരന്മാർക്കും വേണ്ടിയാണ്. നമുക്ക് ശരീരമുണ്ട്, അതുപോലെ ആത്മാവുമുണ്ട്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത് മണ്ണിലേക്ക് തന്നെ ചേരാനിടയാകും. ആത്മാവ് അതിനെ അയച്ചതായ ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമില്ല. ശരീരം മരിക്കുമായിരിക്കും, ആത്മാവ് മരിക്കില്ല. അതുകൊണ്ടാണ് വീണുപോയ ദൈവത്തിൻ്റെ ദൂതന്മാർ, പിശാചിന്റെ അനുചരന്മാർ, പിശാചും കിടക്കുന്നതിന് വേണ്ടി അവരുടെ ആത്മാവ് മരിക്കില്ല. അവരുടെ ആത്മാവ് പീഡ അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം അവരെ ഉദ്ദേശിച്ചാണ് നരകത്തെ സൃഷ്ടിച്ചത്. അല്ലാതെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയതായ മനുഷ്യരെ ഉദ്ദേശിച്ച് അല്ല ദൈവം ഉണ്ടാക്കിയത്. ആരെ ഉദ്ദേശിച്ചാണ്? പിശാചിനും അവന്റെ അനുചരന്മാർക്കും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പിശാചിനെ ദൈവം കൊന്നുകളയത്തില്ലേ? അവനെ ബന്ധിക്കത്തില്ലായിരുന്നോ? ഇനിയും എന്തിനാണ് ഇങ്ങനെ താമസിപ്പിക്കുന്നതെന്ന്. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് അവനെ കൊല്ലുവാൻ അല്ലെങ്കിൽ ബന്ധിച്ചിടുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, പിശാചിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതായ അനേകം മനുഷ്യർ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പിശാചിനെ ബന്ധിക്കുകയാണെങ്കിൽ നീതിമാനായ ദൈവം എന്താണ് ചെയ്യേണ്ടത്? അവനെ അനുകരിക്കുന്ന ആളുകളെയും ബന്ധിക്കണം. അതുകൊണ്ട് ആരും നശിച്ചു പോകുവാൻ അവൻ ഇഷ്ടപ്പെടാതെ നമുക്ക് വേണ്ടിയാണ് പിശാചിനോട് ദൈവം ഇപ്പോഴും ക്ഷമ കാണിക്കുന്നത്. ഞാനും നീയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണെങ്കിൽ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിന്റെ സ്ഥാനത്ത് മരിച്ചതായ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച കർത്താവ് നമ്മെ വിടുവിക്കുവാനും മതിയായതായ ദൈവമാകുന്നു. അവന്റെ സുവിശേഷം സകല ദേശങ്ങളിലേക്കും വ്യാപിക്കണം. എല്ലാവരും ഒരു തവണയെങ്കിലും യേശുക്രിസ്തു പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാകുന്നു, അവൻ രക്ഷകനാണെന്ന് കേൾക്കുവാനിടയാകണം. അന്നുവരെയും കർത്താവ് കാത്തിരിക്കുകയാണ്. പിശാചിനെ ബന്ധിക്കാതെ കർത്താവ് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മനുഷ്യർ ചൂഷണം ചെയ്യുകയാണ്. ദയവ് ചെയ്ത്
ഞാൻ മരിച്ചു പോകും എന്നുള്ളതായ വാക്ക് നിങ്ങളുടെ നാവിൽ വരുവാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും കരമുയർത്താമോ? ഞാനിടയ്ക്ക് അങ്ങനെ മരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളവർ ഒരു തവണയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും കരമുയർത്താമോ? അത് കുഴപ്പമില്ല, സാരമില്ല, പറഞ്ഞോളൂ. നല്ല ആളുകളാണ് നമ്മുടെ മീറ്റിംഗിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ. ഈ ദേശത്ത് നല്ല വ്യക്തികളായിട്ട് ഞാൻ കാണുന്നു. സത്യം പറയുന്നവരാണ് നല്ലവർ, കള്ളം പറയുന്നവരെല്ലാം നല്ലവരല്ല. നിങ്ങൾ എല്ലാവരും തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞില്ല ഇരിക്കട്ടെ, നിങ്ങൾ മറ്റൊരാളെ നോക്കി മരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? പോയി മരിക്കൂ. കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി ശാഠ്യം പഠിക്കുകയാണെങ്കിൽ ചിലർ പറയാറുണ്ട്, പോയി തിന്നു മരിക്കടാ. അതെന്താണ് കുഞ്ഞുങ്ങളെ തിന്നു മരിക്കട എന്ന് പറഞ്ഞ് ശപിക്കുന്നത്? അതെന്താണ്? അത് മേടിച്ച് മരിക്ക് എന്നാണോ പറയുന്നത്? എന്താണ്? പലരും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറിയിരിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ ഇനിയും പോയി മരിക്കൂ എന്നൊന്നും പറയുവാൻ ഒരിക്കലും പാടില്ല. അഥവാ നിന്റെ ഭർത്താവിനെ നിങ്ങളോട് അങ്ങനെ പറയുകയാണെങ്കിൽ ജയ്പോൾ പാസ്റ്ററിനോട് പറയും എന്ന് തീർച്ചയായിട്ടും പറയണം. ഇത് പിശാചിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വാക്കല്ല. ദൈവത്തിന്റെ വാക്ക് എന്താണെന്ന് അറിയാമോ? ഞാൻ മരിക്കുകയില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എന്റെ കഷ്ടത മാറ്റുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ ദുഃഖം അറിയുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ നിസ്സാരമായ പ്രശ്നത്തിൽ ഞാനിതിനാണ് മരിച്ചിട്ട് നരകത്തിൽ പോയി കിടക്കുന്നത്? ഈ ലോകത്തിലുണ്ടാകുന്ന താൽക്കാലികമായ കഷ്ടതയെ ഭയപ്പെട്ട് എന്തിനു വേണ്ടി ഞാൻ നിത്യ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുന്നത്? ഈ ലോക കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന കർത്താവ് എനിക്ക് ഉണ്ട്. ചിലർക്ക് രാത്രിയായാൽ തന്നെ ഭയമാണ്. അയ്യോ പ്രേതം വരും, അയ്യോ അയ്യോ അയ്യോ. മറ്റു ചിലർക്ക് ഇടിയും മിന്നലും ഉണ്ടായാൽ ഭയമാണ്. അയ്യോ 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 അയ്യോ. എത്ര സമയത്താണ് ഇടിയും മിന്നലുമുള്ളത്? ഒരു 3-4 തവണ ഇടിവെട്ടുമായിരിക്കാം. അതോടുകൂടി കഴിയും. അതിനുവേണ്ടി ആരെങ്കിലും അയ്യോ ഭയപ്പെട്ട് മരിക്കണമെന്ന് പറഞ്ഞ് മരിക്കുമോ? രാത്രിയാകുമ്പോൾ പിന്നെ കണ്ണുകളടച്ച് സുഖമായിട്ട് ഉറങ്ങും. എഴുന്നേൽക്കുമ്പോൾ എന്ത് പറ്റും? രാവിലെ കണ്ണു തുറക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രഭാതമാകും. കഷ്ടതയും അത്രയേ ഉള്ളൂ. കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിക്കുക. ദൈവം വിടുവിക്കും, ദൈവം നടത്തും, ദൈവം വിജയം നൽകാനിടയാകും. അതല്ലാതെ ഭയപ്പെടുന്നത് മൂലമായിട്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഭയപ്പെടരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 365 തവണ ദൈവം ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. എത്രയോ തരത്തിലുള്ള ഭയം കൊണ്ട് ഇന്നുള്ള മനുഷ്യർ പീഡ അനുഭവിക്കുന്നു. രോഗത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തികത്തെക്കുറിച്ചുള്ള ഭയം, വിവാഹം നടക്കുന്നില്ല എന്ന ഭയം, വീട്ടിൽ കലഹങ്ങളെക്കുറിച്ചുണ്ടാകുന്ന ഭയം, മക്കളില്ലെന്നുള്ളതായ ഭയം, എന്താണ് എന്തെങ്കിലും പ്രതികൂലം ഉണ്ടാകുമോ എന്ന ഭയം, ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള ഭയം, അപകടം ഉണ്ടാകുമോ എന്നുള്ള ഭയം. ചിലർ വണ്ടിയിൽ പോലും കയറിയില്ല അപകടം ഉണ്ടാകുമെന്ന് വിചാരിച്ച്. വണ്ടിയിൽ കയറി ആക്സിഡന്റ് ആകാതെ വീട്ടിലിരുന്നാലും ആക്സിഡന്റ് ഉണ്ടാകില്ലേ? എന്താണ്? നീ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ സീലിംഗ് ഫാൻ ഊരി നിന്റെ തലയിൽ വീണാൽ എന്താണ് സംഭവിക്കുന്നത്? നീ ഒരു പക്ഷേ വണ്ടിയിൽ കയറത്തില്ലായിരിക്കാം, ശരിയാണ്. എന്നാൽ അപകടത്തെ പിടിക്കാൻ കഴിയുമോ? എന്നാൽ നിന്നെ കാക്കുന്നതായ ഒരു ദൈവമുണ്ട്. നീ വീട്ടിലാണെങ്കിലും വീടിന് വെളിയിലാണെങ്കിലും അവൻ നിന്നെ കാക്കും. യേശു നിന്റെ കർത്താവാണെങ്കിൽ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയപ്പെടുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ഒരു ദോഷത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. ഈ ലോകത്ത് അനേകം ആളുകൾ നഷ്ടം സംഭവിക്കുമ്പോൾ, ആഗ്രഹിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ, പരാജയമുണ്ടാകുന്ന സമയത്ത് യൗവനക്കാർ ഇന്ന് മരിക്കുവാൻ തീരുമാനിക്കുന്നവരുണ്ട്. പരീക്ഷയിൽ പാസ്സായില്ലെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് മരിക്കുന്നത്? വീണ്ടും എഴുതിയിട്ട് നിനക്ക് ജയിച്ചുകൂടെ? അതുപോലെ നിനക്ക് ജോലി ലഭിച്ചില്ല എങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ് എന്തിനാണ് സങ്കടപ്പെടുന്നത്? ഒന്നുകൂടി നിനക്ക് പരിശ്രമിച്ചുകൂടെ? നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിലേക്ക് സമർപ്പിക്കുക. കർത്താവ് അത്ഭുതകരമായ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും, നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും. നിങ്ങൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-1 വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ബൈബിളുള്ളവരെടുത്ത് വായിക്കുക, അല്ലാത്ത ആളുകൾ ശ്രദ്ധിച്ച് ഇരിക്കുക. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ.
ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കടം വാങ്ങുവാനിടയായി കടം വീട്ടുവാൻ കഴിയാതെ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് ഇവിടെ അറിയാൻ കഴിയില്ല. കടമെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഓഹരിയായിട്ട് കൊടുത്തിട്ട് മരിക്കുവാനിടയായി. എത്ര ഭയങ്കരമായ അവസ്ഥയാണ്. ഇന്നുള്ള മനുഷ്യരുമുണ്ട്. മരിച്ചതായ സമയത്തും ഭാര്യയ്ക്കും മക്കൾക്കും കഷ്ടത കൊടുത്തിട്ട് മരിക്കുന്നവരുണ്ട്. ഭാര്യയെയും മക്കളെയും കോടതിയിൽ കയറ്റിയിറക്കുന്ന ആളുകളുണ്ട്. എത്രയോ രീതിയിലാണ് ഈ കാലത്ത്. തെറ്റ് ചെയ്തത് ഒരാളാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മറ്റൊരാളായിരിക്കും. അങ്ങനെ അനുഭവിക്കുന്നതായ എത്രയോ ആളുകൾ ഈ കാലത്തുണ്ട്. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നവർ. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ മക്കളുടെ മുൻപിൽ വെച്ച് കലഹമുണ്ടായിരിക്കുകയാണെങ്കിൽ മക്കളുടെ മനസ്സെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ല, മക്കൾക്കേ അറിയൂ അത്. എടാ, നിന്റെ അമ്മ പറഞ്ഞാണോ കറക്റ്റ്, ഞാൻ പറഞ്ഞാണോ കറക്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? ഇടം കണ്ണാണോ വലം കണ്ണാണോ നല്ലതെന്ന് ചോദിച്ചാൽ എന്താണ് പറയുന്നത്? ഏത് കണ്ണാണ് വേണമെന്ന് പറയുന്നത്? അതുപോലെ അമ്മയെയും അപ്പനെയും ഒരുപോലെ തന്നെ മക്കൾക്കിഷ്ടമാണ്. മാതാപിതാക്കൾ ഐക്യതയോടെ ജീവിക്കുന്ന കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. മോൻ പാസ്സായില്ല എന്ന് പറഞ്ഞ് നീ കുറ്റം പറയുമ്പോൾ നീ ചിന്തിക്കുക, അവന്റെ മുൻപാകെ നീ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവന് പഠിക്കുവാനുള്ളതായ സമാധാനവും സ്വസ്ഥതയും എങ്ങനെ കിട്ടും? പിന്നെന്തിനാണ് നീ അവനെ വഴക്കു പറയുന്നത്? നിങ്ങളുടെ വീടുകളിൽ എത്ര പേർ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്? കരമുയർത്താമോ? യഥാർത്ഥത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരാൾ ചോദിച്ചു. കുറെ പേരുണ്ടല്ലോ, കരമുയർത്തുക. കുടുംബങ്ങളുള്ളവരെല്ലാം കരമുയർത്തിക്കാട്ടെ. കുടുംബങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞവരെല്ലാം. വിവാഹം കഴിഞ്ഞ് എല്ലാവരും തന്നെ രാവിലെയും വൈകുന്നേരത്തും എന്തു ചെയ്യണം? ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് കട്ടിലിൻ്റെ മേലിരിക്കല്ലേ, കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങണം. കട്ടിലിൻ്റെ വശത്ത് മുഴങ്കാൽ മടക്കി ഒരു 10 മിനിറ്റെങ്കിലും, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ കഴിയും. നിങ്ങളുടെ വീടുകളിൽ മക്കളുമായിട്ട് ഒരുമിച്ച് നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, രോഗങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ വീടിൽ നിന്നും വിട്ടുപോകാനിടയാകും. എന്തുകൊണ്ടെന്നാൽ യഹോവയിൽ ഭക്തിയോടെ ആയിരിക്കുന്ന മക്കളുടെ ചുറ്റും ദൈവത്തിൻ്റെ കാവലുണ്ട്. എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ ഇത്രയും കഷ്ടതയുണ്ടാകുന്നു? ഇത്രയും രോഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? ദുരാത്മാവിന്റെ ശക്തികൾ നിങ്ങളുടെ വീടിന്റെ ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ കർത്താവ് തന്റെ ദൂതനെ അയച്ചിട്ട് ദുഷ്ടശക്തികളെല്ലാം തകർക്കുവാൻ ഇടയാകും. ഇന്നു മുതൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനാശീലമാക്കണം. പാവം, ഇയാൾ കടം വരുത്തിവെച്ചിട്ട് മരിക്കാനിടയായി. 2 ആൺമക്കൾ. കടക്കാർ വന്നിട്ട് പണമടയ്ക്കൂ എന്ന് പറയുമ്പോൾ ഇവന്റെ വീട്ടിൽ എന്താണ് കെട്ടുവാനുള്ളത്? വീട്ടിൽ വിലപിടിപ്പുള്ളതായ സാധനങ്ങൾ ഒന്നും തന്നെയില്ല. പൊന്നോ വെള്ളിയോ ഒന്നും തന്നെയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കടം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. വിലപിടിപ്പുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് നിന്റെ മക്കളെ പിടിച്ചുകൊണ്ടു പോവുകയാണ് എന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ ആ മാതാവ് കരഞ്ഞുകൊണ്ട് ദേവദാസിന്റെ അരികിൽ ചെന്നു. എന്താണ്? ദേവദാസിന്റെ അരികിൽ ചെന്നിട്ട് തങ്ങളുടെ സങ്കടത്തെ അവനോട് പറയുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത് നോക്കൂ. 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ എന്തു സഹായം ചെയ്തു തരണമെന്ന് ചോദിച്ചു. അതൊന്നുമല്ല, 1,00,000 രൂപ എനിക്ക് കടം തരുമോ എന്നാണ് ചോദിച്ചത്. പല ദൈവദാസന്മാരും എനിക്ക് കത്തെഴുതാറുണ്ട്. ദൈവദാസ, ഞാൻ ഒരു ചെറിയ പാസ്റ്ററാണ്, ചർച്ച നടത്തുകയാണ്, എനിക്ക് സഹായം എന്തെങ്കിലും അയച്ചു തരണമെന്ന്. എന്താണ്? എൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് ഞാൻ കോടീശ്വരനാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ശരിയാണെന്നാൽ ഞാൻ കോട്ടിട്ട ഒരു കോടീശ്വരൻ മാത്രം അല്ല. എൻ്റെ കോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 2 സാധനങ്ങൾ. മുഷിഞ്ഞ 2 തൂവാലകൾ മാത്രമായിരിക്കും. അവ എൻ്റെ മുഖം തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്കൊന്നും തന്നെ ലഭിക്കില്ല. എന്നാൽ എൻ്റെ വേഷവിധാനം കണ്ടാൽ അങ്ങനെ തോന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വർഗീയ പിതാവിൻ്റെ പുത്രൻ്റെ ദാസനാണ്. ഞാൻ കീറിപ്പറഞ്ഞ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പൊട്ടിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങളോട് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചത് മതി. ഞങ്ങളെയും അങ്ങനെയാക്കാനാണ് നോക്കുന്നത്. ഞങ്ങളും സഞ്ചിയായിട്ട് നടക്കണമോ, മറ്റുള്ളവരോട് ചോദിക്കണമോ എന്ന് ചോദിക്കില്ലേ? നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് ശ്രേഷ്ഠതയോടെ ജീവിക്കണം. വില കൂടിയ വസ്ത്രം ധരിച്ചില്ലെങ്കിലും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നോക്കണം. ആഡംബരങ്ങൾ നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമുക്ക് ഒരു ചിട്ടയായ ജീവിതം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവദാസന്മാരോട് പണം ചോദിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. ദൈവദാസന്മാരോട് പണം ചോദിക്കേണ്ട കാര്യമില്ല. ദൈവദാസന്മാരോട് എന്താണ് ചോദിക്കേണ്ടത്?
പ്രാർത്ഥനാ സഹായമാണ് ചോദിക്കേണ്ടത്. ഏത് സഹായമാണ് ചോദിക്കേണ്ടത്? പ്രാർത്ഥനാ സഹായമാണ് ചോദിക്കേണ്ടത്. പ്രാർത്ഥനാ സഹായത്തിൽ കവിഞ്ഞ വചന പ്രബോധനം നമുക്ക് ആവശ്യമാണ്. നമുക്കുണ്ടാകുന്നതായ രോഗങ്ങളിൽ 100% രോഗങ്ങളും നമ്മുടെ അവിവേകം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? രോഗം വരുമ്പോഴെല്ലാം പിശാചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ തന്നെയാണ്. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? രോഗമുണ്ടാകില്ലേ? ധാരാളം ശുദ്ധജലം കുടിക്കാതെ നടന്നാൽ നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകില്ലേ? മദ്യം കുടിക്കരുതെന്ന് പറയുമ്പോൾ വയറ് നിറച്ച് ചാരായം കുടിച്ച് നടന്നാൽ നിനക്ക് നെഞ്ചിനു വേദന ഉണ്ടാകില്ലേ? നിനക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകില്ലേ? ഞരമ്പ് ബ്ലോക്ക് ആകത്തില്ലേ? കോപിക്കരുതെന്ന് പറയുമ്പോൾ ബുറ 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 എന്ന് പറഞ്ഞ് കോപിക്കുമ്പോൾ നിനക്ക് BP ഉണ്ടാകില്ലേ? ഷുഗർ ഉണ്ടാകത്തില്ലേ? രക്തസമ്മർദ്ദം കൂടി പക്ഷപാതം വന്നിട്ട് കൈയും കാലും തളർന്നു പോകില്ലേ? അതാണ് നോക്കേണ്ടത്. മദ്യം കുടിക്കുവാൻ പാടില്ല എന്ന് ഉപദേശിക്കുമ്പോൾ അതിനെ വിപരീതമായിട്ട് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ തിരിച്ചടി ഉണ്ടാകാതിരിക്കുമോ? എന്താണ് സംഭവിക്കുന്നത്? നാം കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് ചില രോഗങ്ങൾ ഉണ്ടാകുന്നത്. തിന്നാൻ പാടില്ലാത്തത് തിന്നുന്നു, തിന്നേണ്ടതായ ആഹാര സാധനം നമ്മൾ തിന്നുന്നതുമില്ല. അതാണ്. നിങ്ങൾ ഇലക്കറി കൂട്ടാറുണ്ടോ? പച്ചക്കറികളിൽ പണ്ടൊക്കെ ഇലക്കറികളായിരുന്നു ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊണ്ടിരുന്നത്. ഇന്നുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? ഇലക്കറികൾ നിങ്ങൾ കൂട്ടാറുണ്ടോ? മത്തയില, ചീര, അങ്ങനെയുള്ളത് കഴിക്കാറുണ്ടോ? മോൻ കറി ചോദിക്കുമ്പോൾ എന്താണ്? ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. ഇല്ലാതെ കഴിക്കില്ല. എന്താണ് വേണ്ടത്? ചിക്കൻ വേണമെന്ന്. ചിക്കൻ കഴിച്ച് ചിക്കൻ ഗുനിയ വന്നെന്ന് പറയുന്നു. എന്താണത്? എപ്പോൾ നോക്കിയാലും മാംസാഹാരം കൂടുതൽ കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷമാകുന്നു. അതുകൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മനുഷ്യൻ അടിമയാകുന്നത്. നിന്റെ ആഹാരക്കാര്യത്തിൽ നീ ക്രമം പാലിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എലീശയുടെ അടുക്കൽ വന്നപ്പോൾ എന്തു ചെയ്തു തരണം എന്ന് ചോദിച്ചു. നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു. നിന്റെ കയ്യിൽ നോക്കുക. ദൈവം എപ്പോഴും ശൂന്യതയിൽ നിന്നല്ല ദൈവം ചെയ്യുന്നത്. നിന്റെ കയ്യിൽ ഉള്ളതിനെയാണ് അനുഗ്രഹിക്കുന്നത്. മാജിക്ക് ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പറയുക, മായ ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. നീതിയോടെ സത്യസന്ധതയോടെ ചെയ്യുന്ന ദൈവമാണ്. അവന്റെ അനുഗ്രഹം നിന്നിലേക്ക് വരണമെങ്കിൽ നിന്റെ കയ്യിലുള്ളത് നീ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണം. 5000-ഓളം പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും അതുപോലെ കുട്ടികളും എണ്ണുമ്പോൾ ഏകദേശം 20,000-ൽ കൂടുതൽ ആളുകൾ. അവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവർക്കെല്ലാം ആഹാരം തയ്യാറാക്കണമെങ്കിൽ ഒരുപാട് പണം ചിലവാകും. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങുവാനുള്ളതായ സൗകര്യമില്ല. അപ്പോൾ കർത്താവ് എന്താണ് ചോദിച്ചത്? നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? അപ്പോൾ ഒരു പയ്യൻ മുൻപോട്ട് കടന്നു വന്നു. അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. എത്ര പേരാണ് വന്നിരിക്കുന്നത്? 20,000-ഓളം ആളുകൾക്ക് 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കില്ലേ? എന്നാൽ കർത്താവ് പറഞ്ഞു, അത് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അത് അവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൻ അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുത്തു. അത് പങ്കുവയ്ക്കും തോറും കൂടിക്കൂടി വന്നു. എല്ലാവരും വയറ് നിറച്ച് ഭക്ഷിച്ചു. എല്ലാവരും തൃപ്തിയായിട്ട് ഭക്ഷിക്കാനിടയായി. എല്ലാവരും കഴിച്ചതിന് ശേഷം 12 കൂട്ട അപ്പക്കഷ്ണങ്ങൾ ബാക്കി വരുവാനുമിടയായി. ആ ദൈവമല്ലേ നമ്മുടെ ദൈവം? എങ്കിൽ നിന്റെ വീട്ടിൽ ക്ഷാമമുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നിനക്ക് കടഭാരമുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നിന്റെ വീട്ടിൽ ആഹാരമില്ല എങ്കിൽ എന്തു ചെയ്യുന്നു? നിനക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു? നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് നിന്റെ കയ്യിലുള്ളതിനെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്നുണ്ടോ? ഏലിയാവ് പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു അടയുണ്ടാക്കിയിട്ട് നീയും നിന്റെ മകനും ഭക്ഷിക്കുക എന്ന്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, കലത്തിൽ ഒരൽപ്പം മാവും ഭരണിയിൽ അല്പം എണ്ണയുമുണ്ട്. അവസാനം ഞങ്ങൾ 2 പേരും ഒരു അപ്പമുണ്ടാക്കി കഴിച്ച് മരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ഇരിക്കുകയായിരുന്നു. ഏലിയാവ് എന്താണ് പറഞ്ഞത്? ആദ്യം ഒരു അട എനിക്കുണ്ടാക്കി തരിക, അതിനുശേഷം നിങ്ങൾ കഴിക്കുക എന്ന്. അവർ വിശ്വാസത്തോടുകൂടി ആ ദൈവദാസന്റെ വാക്ക് അനുസരിച്ചു. മാവെടുത്ത് അപ്പമുണ്ടാക്കി. ആദ്യം ദൈവദാസന് കൊടുത്തു. വീണ്ടും മാവെടുത്ത് അപ്പമുണ്ടാക്കി തന്റെ കുഞ്ഞിന് കൊടുത്തു. വീണ്ടും ഒരു അപ്പമുണ്ടാക്കി. അവളും കഴിച്ചു. അങ്ങനെ ക്ഷാമകാലം കഴിയുന്നതുവരെയും അവരുടെ കലത്തിൽ മാവ് കുറഞ്ഞു പോയില്ല. അതുപോലെ അവരുടെ ഭരണിയിൽ എണ്ണയും തീർന്നില്ല. രാവിലെ വാങ്ങിക്കും, വൈകുന്നേരം അരിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അരിപ്പാത്രമാണോ ഉള്ളത്, അതോ അരിച്ചാക്കാണോ ഉള്ളത്? ചിലർ 4-5 ചാക്കുകളാണ് 2 മാസത്തിനെ വാങ്ങിച്ചു വെക്കുന്നത്. അതിൽ കുറച്ച് എലിയും കൊണ്ടുപോകും.
ചില ആളുകൾ റേഷൻ കൊണ്ടുവന്നിട്ട് ടിന്നിലിട്ട് വയ്ക്കും. നിങ്ങൾ അരിയിട്ട് വയ്ക്കുമ്പോൾ, അതിൽ നിന്ന് അരി ആഹാരത്തിന് വേണ്ടി എടുക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ ആഹാരത്തെ അനുഗ്രഹിക്കണമേ. എനിക്ക് വരുമാനം കുറവാണ്, എൻ്റെ ശമ്പളം കുറവാണ്, എൻ്റെ മക്കൾക്ക് സമൃദ്ധിയായിട്ട് ആഹാരം കൊടുക്കണം, എൻ്റെ ജോലിയെ നീ അനുഗ്രഹിക്കണമേ, വരുമാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീരകപ്പാട്ടയിലെ ജീരകം കുറഞ്ഞു പോകില്ല. അതുപോലെ നിങ്ങളുടെ എണ്ണ ഭരണിയാണോ അതോ പ്ലാസ്റ്റിക് ടിന്നാണോ? ഇപ്പോൾ ഭരണിയിൽ കൂടിയല്ല, നേരെ പാക്കറ്റ് കമഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് തന്നെ ഒരു ദിവസം ഒരു പാക്കറ്റ് തീരുവാനും ഇടയാകുന്നു. പിന്നെ രണ്ടാം ദിവസം എണ്ണ തീർന്നുപോയി എന്ന് പറയും. എന്താണ്? ഭക്തിക്കും ജീവിതത്തിലെ കാര്യങ്ങൾക്കും വളരെ ബന്ധമുണ്ട്. യേശുക്രിസ്തു പകർന്നു തന്ന വിശ്വാസ ജീവിതം അത് വാക്കുകൾ കൊണ്ടുള്ളതല്ല. അതൊരു ജീവിത ശൈലിയാണ്, ഒരു ജീവിത രീതിയാണ്. നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും സംതൃപ്തിയോടെ ആയിരിക്കുവാൻ, നിനക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുവാൻ തക്കവണ്ണം നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. അവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് രക്തത്തോടുകൂടി മാംസം കഴിക്കുവാൻ പാടില്ല എന്ന്. അതുകൊണ്ട് നിന്റെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്, ഇൻഫെക്ഷനുകൾ ഉണ്ടാകാനിടയുണ്ട്. അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നാം വചനം വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കണം. പന്നിയിറച്ചി തിന്നതിൽ കൂടി പന്നിപ്പനി വന്നിട്ടുണ്ട്. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ട്. അതുപോലെ പന്നിപ്പനി, എലിപ്പനി, ഇങ്ങനെയുള്ളതായ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നു. ദൈവം പറഞ്ഞത് ചെയ്യരുത്, പുകവലിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? ഞാൻ ബീഡി മാത്രമേ വലിക്കൂ എന്നൊരു സഹോദരൻ പറയാനിടയായി. അത് ഞാൻ കറുത്ത വിഷം കഴിക്കുകയില്ല, ചുവന്ന വിഷം മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന പോലെയാണ്. ചിലർ പറയും ഞാൻ ബീഡിയും സിഗരറ്റും വലിക്കത്തില്ല. ഇപ്പോൾ ഒരു പാക്കറ്റ് വരുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്? ഹാൻസോ, ബീൻസോ, ജീൻസ്, എന്താണ് അത്? വായിലിട്ടിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. അനേകം ആളുകൾക്ക് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? പുകവലി കാരണം, ലഹരി വസ്തുക്കൾ കാരണം ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് പറയുന്നത്, പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്ക് ആഹാരം തിന്നുവാൻ വായ തന്നു, നമുക്ക് നോക്കുവാൻ കണ്ണുകൾ തന്നു, കേൾക്കുവാൻ നമുക്ക് ചെവികൾ തന്നു. അതുപോലെ പുകവലിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ തലയിൽ ഒരു ചിമ്മിനിയും ദൈവം വെച്ചേനെയും. നമ്മൾ വലിക്കുമ്പോൾ ട്രെയിൻ എഞ്ചിൻ്റെ പോലെ ഭൂം ഭൂം എന്ന് പറഞ്ഞ് പുക പോകാൻ. അത് അനാവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. ആ പുകവലിക്കുമ്പോൾ പുക അകത്തുപോയി കിടക്കുകയാണ് ചെയ്യുന്നത്. അത് മൂക്കിൽ കൂടി വെളിയിലേക്ക് വരും. നിങ്ങൾ പച്ചവെള്ളം കുടിച്ചാൽ മൂക്കിലൂടെ വെളിയിലേക്ക് വരുമോ? ഒരിക്കലുമില്ല. എന്നാൽ നിങ്ങൾ പുകവലിക്കുമ്പോൾ അത് മൂക്കിൽ കൂടി വെളിയിലേക്ക് വരുവാനിടയാകും. അങ്ങനെ നിങ്ങളുടെ ലങ്സിനും ശ്വാസകോശത്തിനുമൊക്കെ ദോഷം സംഭവിക്കുകയും ചെയ്യുന്നു. ദൈവവചനം കേട്ടാൽ അതാണ് നമുക്ക് അനുഗ്രഹം. എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ വാക്ക് കേട്ടാൽ നിങ്ങൾ ആരോഗ്യത്തോടെയായിരിക്കും. എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ തവണ പറയുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും. ഇപ്പോൾ നാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് സ്പഷ്ടമായിട്ട്, വ്യക്തമായിട്ട് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ അത് വളരെ വ്യക്തമായിട്ട് കർത്താവിനോട് നിങ്ങൾ പങ്കുവയ്ക്കുക. ഇപ്പോൾ പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഈ സമയത്ത് നിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്നതായ നിന്റെ മക്കളെ നീ ദർശിക്കണമേ. അവരുടെ കണ്ണുനീര് നീ കാണണമേ. ഏതു കുടുംബത്തിൽ ഏത് വിഷയമാണുള്ളത്, ആരുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭാരമാണുള്ളത്, ആർക്ക് ഏതെല്ലാം രോഗമാണ് ഉള്ളതെന്ന് നോക്കണമേ. അങ്ങനെയുള്ളതായ കുടുംബങ്ങളിൽ ഇന്ന് വലിയ വിടുതൽ കൊടുക്കണമേ. മദ്യപാനികളായിരിക്കുന്നതായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. ആർക്കാണോ കടബാധ്യതകളുള്ളത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ, നീ പുതിയ വഴികൾ തുറക്കണമേ. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. സകലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും അവരെ വിടുവിക്കുമാറാകണമേ. കുടുംബത്തിലെ സകല ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമേ കർത്താവേ. യൗവനക്കാർ ലക്ഷ്യമുള്ളവരായിട്ട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരായി ജീവിക്കാതെ ശരീരത്തെ ദേവാലയമാക്കി കണ്ടുകൊണ്ട് ജീവിക്കുന്ന അനേകം യൗവനക്കാരെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഈ ചുറ്റുപാടുമുള്ള ദേശം സുവിശേഷീകരിക്കപ്പെടുവാൻ അനേകം ആളുകൾ കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാൻ നീ സഹായിക്കണമേ. അവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളാകാൻ സഹായിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ